Hi guys, so May 2017 the question ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ 4 പാർട്ടാണുള്ളത് എ ബി സി ആൻഡ് ഡി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലോട്ട് ദ സിഗ്നൽ ആണ്. ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, അത് പ്ലോട്ട് ചെയ്യാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 സിഗ്നൽസിൻ്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാനാണ്. ഒരെണ്ണം കണ്ടിന്യൂസ് ടൈപ്പും ഒരെണ്ണം ഡിസ്ക്രീറ്റ് ടൈമും. തേർഡ് ക്വസ്റ്റ്യൻ ലീനിയർ ആണോ കോസൽ ആണോ ടൈം ഇൻവേരിയൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഫിഫ്ത്ത് വൺ ഒരു ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, സമയം കളയാൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ യൂട്യൂബിൽ സിഗ്നൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന വീഡിയോയിലേക്ക് ചെന്ന് നോക്കുക. ഓക്കെ, സോ യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഏതാണ്? 0 to ഇൻഫിനിറ്റി വേരി ചെയ്യുന്ന ഒരു സിഗ്നലിനെയാണ് യു ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് മാഗ്നിറ്റ്യൂഡ് 1. ഓക്കെ, യു ഓഫ് ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പ്ലസ്സിന് പകരം മൈനസ് ഓപ്പറേഷൻ ചെയ്യുക. പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക, മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക എന്നാണ് നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ പ്ലസ് 1 എന്ന് പറയുന്നതിന് വരെ നമ്മൾ മൈനസ് ചെയ്യുക. സോ -1 ടു ഇൻഫിനിറ്റി വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ് യു ഓഫ് ടി പ്ലസ് 1. ഓക്കെ, ഇനി യു ഓഫ് ടി മൈനസ് 3. യു ഓഫ് ടി മൈനസ് 3 മൈനസ് യു ഓഫ് ടി മൈനസ് 3 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം മൈനസ് യു ഓഫ് ടി മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്യുക. അപ്പോൾ 3യിലാണ് വരുന്നത്. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞാൽ താഴേക്കായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. സോ ഇതാണ് മൈനസ് യു ഓഫ് ടി മൈനസ് 3 ആൻഡ് മൈനസ് യു ഓഫ് ടി മൈനസ് 5, 2 യു ഓഫ് ടി മൈനസ് 5. ഓക്കെ, സോ ദിസ് സിഗ്നൽ വിൽ start at 5 and its magnitude will be 2. Okay, 2. അപ്പോൾ ഇതെന്ന് പറയുന്നത് -2 യു ഓഫ് ടി മൈനസ് 5 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു 2 യു ഓഫ് ടി ഉണ്ട്. 2 യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് യു ഓഫ് ടി ആയിരിക്കും. 0യിൽ 2 എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇവിടെ 1 ആണ് മാഗ്നിറ്റ്യൂഡ്, ഇവിടെ -1 ആണ് മാഗ്നിറ്റ്യൂഡ്, ഇവിടെ -2 ആണ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഇത് 2 യു ഓഫ് ടി, ഇത് യു ഓഫ് ടി പ്ലസ് 1, ഇത് മൈനസ് യു ടി യു മൈനസ് 3 മൈനസ് യു ടി മൈനസ് 5. ഓക്കെ, സോ ആദ്യം വരുന്നത് ഏതാണ്? -1. അത് കഴിഞ്ഞ് 0 വരും, അത് കഴിഞ്ഞ് 3 വരും, അത് കഴിഞ്ഞ് 5 വരും. അങ്ങനെയാണല്ലോ ഒരു ഗ്രാഫിൽ വരുന്നത്. ഓക്കെ, സോ എൻ്റെ ഗ്രാഫിനകത്ത് -1, 0, 1, 2, 3, 4 and 5. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വരും. ഓക്കെ, സോ ഇതാണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യു ഓഫ് ടി പ്ലസ് 1 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 1 ആയിരുന്നു. സോ 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സിഗ്നലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും എന്തോ പറ്റും? ഇവിടുത്തെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ആണ് മാഗ്നിറ്റ്യൂഡ്. സോ ഇവിടുത്തെ സിഗ്നൽ 3യിലേക്ക് പോവും. 3 മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിഗ്നലാവും. ഓക്കെ, 2 + 1 3 എന്നുള്ള മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിഗ്നലാകും. എവിടം വരെ? 3 വരെ. സോ ദിസ് ഇസ് 3. ഓക്കെ, 3 വരെ നമുക്ക് 3 മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിഗ്നലാകും. ഇനി എന്നാ പറഞ്ഞേക്കുന്നത്? മൈനസ് യു ഓഫ് ടി മൈനസ് 3. അപ്പം എത്രയാകും? -3 - 1 എന്ന് പറഞ്ഞാൽ 2 ആകും. ഓക്കെ, ഇനി 5ൽ എത്രയാണ്?
5-ൽ വരുമ്പോൾ -2 കൂടെ ആകും. അപ്പോൾ 5-ൽ വരുമ്പോൾ 0. ഓക്കെ, സോ ഈ സിഗ്നലാണ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. u(t+1)ൽ 1 ആയിരുന്നു മാഗ്നിറ്റ്യൂഡ്. 0-ൽ വരുമ്പോൾ അത് 2 ആകും മാഗ്നിറ്റ്യൂഡ്. 2u(t) എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0-ൽ ഓൾറെഡി എൻ്റെ സിഗ്നൽ 1 ഉണ്ടായിരുന്നു. 1 + 2 3 എന്നുള്ള മാഗ്നിറ്റ്യൂഡിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3-ലായിരുന്നു. 3-ൽ 1 മാഗ്നിറ്റ്യൂഡായിരുന്നു മൈനസ് ആയത്. ഓക്കെ, -u(t-3). അപ്പം 3-ലെത്തുമ്പം 1 മാഗ്നിറ്റ്യൂഡ് മൈനസ് ആകുമ്പോൾ 2 ആകും. ഇനി 5-ൽ വരുമ്പം 2 മാഗ്നിറ്റ്യൂഡ് മൈനസ് ആവും. -2u(t-5) ആകും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും എൻ്റെ x(t) വരുന്നത്. ഓക്കെ, സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ 0-ൽ വരുമ്പോൾ 1 + 2 3 ആകും. ഈ ഒരു പോയിന്റിൽ വരുമ്പം 3 - 1 2 ആകും. പിന്നെ 2 - 2 0 ആകും. ഓക്കെ, സോ ഇതാണ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചെക്ക് ദ പീരിയോഡിസിറ്റിയാണ്. ഈ പീരിയോഡിസിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ x(t) = 10 sin 25πt + cos 10πt. ഓക്കെ, സോ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യത്തെ സിഗ്നൽ എടുക്കാം. ആദ്യത്തെ സിഗ്നലിൻ്റെ ഒമേഗ, ഓക്കെ, സൈൻ ωt ആൻഡ് cos ωt, ഇതാണല്ലോ സ്റ്റാൻഡേർഡ് സിഗ്നൽ. സോ ഫസ്റ്റ് സിഗ്നലിൻ്റെ ω1 എന്ന് പറയുന്നത് എന്താണ്? 25π ആണ്. ഓക്കെ, ആൻഡ് ടൈം പീരീഡ് t1 എന്ന് പറഞ്ഞാൽ 2π/ω1 ആയിരിക്കും, which is equal to 2π/25π. ഓക്കെ, which is equal to 2/25. ഇനി സെക്കൻഡ് സിഗ്നലിൻ്റെ ω2 എന്ന് പറയുന്നത് ഇത് x(1)(t) = എന്താണ്? സൈൻ 25πt. അതിൻ്റെയാണ് ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഈ ω1 എടുത്തത്. ഓക്കെ, x2(t) = cos 10πt. ഓക്കെ, അവിടുന്ന് ω2 എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് കിട്ടും? 10π എന്ന് കിട്ടും. ആൻഡ് t2 will be 2π/ω2, which is equal to 2π/10π, which is equal to 1/5. ഓക്കെ, t1ഉം t2ഉം കിട്ടി. ഇനി നമ്മൾ t1/t2 നോക്കുക. t1/t2 എന്ന് പറഞ്ഞാൽ 2/25 × 5/1. ഓക്കെ, 5 എന്ന് കിട്ടും, which is equal to 2/5. This is rational. റാഷണൽ ആയതുകൊണ്ട് നമ്മുടെ എന്താണ് ഈ x(1)(2)ഉം റാഷണലാണ്, t1ഉം റാഷണലാണ്, t2ഉം റാഷണലാണ്. ഇത് രണ്ടും പീരിയോഡിക് ആയതുകൊണ്ട് എൻ്റെ x(t)യും പീരിയോഡിക് ആണ്. റാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻസ് എല്ലാം റാഷണലാണ്. √2, പൈ ഇതൊക്കെയാണ് ഇറാഷണൽ നമ്പർ. റൂട്ട് വരുന്നതും അതുപോലെ തന്നെ പൈ വരുന്നതുമാണ് ഇറാഷണൽ നമ്പർ. ഫ്രാക്ഷൻസ് വന്നാൽ അത് റാഷണൽ നമ്പറാണ്. ഇഫ് ദിസ് ഈസ് റാഷണൽ ദെൻ ദിസ് വിൽ ബി എന്താണ്? പീരിയോഡിക് ആയിരിക്കും. ഇത് പീരിയോഡിക് ആണെങ്കിൽ t1/t2 എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. സോ ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു 5t1 which is equal to 2t2. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? 2t2 എന്ന് പറഞ്ഞാൽ 2/5. ഇതാണ് ഫണ്ടമെൻ്റൽ പീരീഡ് ആൻഡ് ദ സിഗ്നൽ ഈസ് പീരിയോഡിക്. റാഷണൽ ആണെങ്കിൽ
പീരിയോഡിക് ആണ്. ഈ സിഗ്നലും x1 ഓഫ് ടിയും x2 ഓഫ് ടിയും പീരിയോഡിക് ആണെങ്കിൽ x ഓഫ് ടിയും പീരിയോഡിക് ആണ്. ആൻഡ് ദ ഫണ്ടമെൻ്റൽ പീരീഡ് ഈസ് t ഈസ് ഈക്വൽ ടു 5t1 which is equal to 2t2 which is equal to 2/5. ഓക്കെ, ഇങ്ങനെയാണ് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു cos pi by 2n minus sin pi by 8n plus 3 cos pi by 4n plus pi by 3. ഓക്കെ, സോ x1 ഓഫ് n എന്ന് പറയുന്നത് എന്താണ്? cos pi by 2n, pi by 2n. ഓക്കെ, കോസ് ഒമേഗ എന്നാണ്. ഇവിടെ ഞാൻ വലിയ ഒമേഗയാണ് യൂസ് ചെയ്യുന്നത്. സോ ഒമേഗ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ബൈ 2 ആണ്. ഓക്കെ, പൈ ബൈ 2 ആണ്. സോ ഒമേഗ 1 ബൈ 2 പൈ എന്താണെന്ന് നോക്കുക. ഒമേഗ 1 ബൈ 2 പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 1/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് k/n ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒമേഗ 1 എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. ബൈ 2 പൈ എന്ന് ചെയ്യുമ്പോൾ പൈയും പൈയും ക്യാൻസൽ ആയി പോവും. 1/2 ഇൻറ്റു 2 4 എന്ന് വരും. ഓക്കെ, സോ n1 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, x2 ഓഫ് n എന്ന് പറയുന്നത് എന്താണ്? സൈൻ പൈ ബൈ 8n. ഒമേഗ 2 ഈസ് ഈക്വൽ ടു പൈ ബൈ 8 and omega 2 by 2 pi is equal to 1/16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n2 is equal to 16 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു വാല്യൂവിനെയാണ് n1 n2 k/n1 ഫോമിലാണ്. k എന്ന് പറയുന്ന 1ഉം n1 എന്ന് പറയുന്ന 4ഉം. ഒമേഗ 1/2 പൈ കാണുക. ഓക്കെ, ഡിസ്ക്രീറ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു ഫോം എടുക്കുന്നത്. കണ്ടിന്യൂസ് ആണെങ്കിൽ മറ്റേ ഫോമിൽ തന്നെയായിരുന്നു ചെയ്യുന്നത്. ആൻഡ് x3 ഓഫ് n എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 4n പ്ലസ് പൈ ബൈ 3. ആൻഡ് ഒമേഗ 3 എന്ന് പറയുന്നത് ഈ എന്നിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അതാണ് ഒമേഗ എന്ന് പറയുന്നത്, പൈ ബൈ 4. ആൻഡ് ഒമേഗ 3/2 പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ബൈ 4/2 പൈ. ഓക്കെ, ദാറ്റ് ഈസ് 1/8. അപ്പോൾ n2 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് 8. n3 എന്ന് പറയുന്നത്. ഓക്കെ, നൗ റാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് റാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഇത് റാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഇത് റാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിൻസ് ഓൾ ആർ റാഷണൽ നമ്പേഴ്സ്. ഏതൊക്കെ? ഓൾ എന്ന് പറയുന്നത് n1 n2 n3 ഓൾ ആർ റാഷണൽ നമ്പേഴ്സ്. എന്താണ്? എക്സ് ഓഫ് എൻ ഈസ് പീരിയോഡിക്. എക്സ് ഓഫ് എൻ പീരിയോഡിക് ആണ്. ഓക്കെ, വിത്ത് പീരീഡ് n is equal to LCM of 4, 16, 8. Okay, which is equal to 16. Okay, so common period മൂന്ന് സിഗ്നലും കൂടെ കൂട്ടി യോജിക്കുമ്പോൾ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമൈൻ വെദർ ദ സിസ്റ്റം ഈസ് ലീനിയർ, കോസൽ ആൻഡ് ടൈം ഇൻവേരിയൻറ്റ്. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ലീനിയറിന് സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എടുത്തിരുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. 1C.
Okay, given y of n is equal to x of n plus 1 by x of n minus 1. Okay, so to check linearity ആണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഇത്. ഓക്കെ, സോ നമ്മൾ എന്തോ ചെയ്യണം, x1 ഓഫ് n കൊടുക്കുമ്പം എനിക്ക് y1 ഓഫ് n എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഓഫ് x1 ഓഫ് n എന്ന് പറയുക. ഓക്കെ, ദിസ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് എക്സ് ഓഫ് എന്നിനെല്ലാം x1 ഓഫ് n കൊടുക്കുക. x1 ഓഫ് n പ്ലസ് 1 ബൈ x1 ഓഫ് n മൈനസ് 1 ആകും. ഓക്കെ, എ y1 ഓഫ് n എന്ന് പറഞ്ഞാൽ എ x1 ഓഫ് n ബൈ എ x1 ഓഫ് n മൈനസ് 1. ഓക്കെ, y2 ഓഫ് n എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് x2 ഓഫ് n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു x2 ഓഫ് n പ്ലസ് 1 ബൈ x2 ഓഫ് n മൈനസ് 1. ഓക്കെ, ഇനി y2 ഓഫ് n എന്ന് പറഞ്ഞാൽ bx2 ഓഫ് n പ്ലസ് bx2 ഓഫ് n മൈനസ് 1 ആണ്. ഓക്കെ, ഇനി y3 ഓഫ് n നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് t ഈസ് ഈക്വൽ ടു എ x1 ഓഫ് n പ്ലസ് bx2 ഓഫ് n ആണെങ്കിൽ നമുക്ക് കിട്ടും എക്സ് ഓഫ് n ഉള്ളിടത്തെല്ലാം ഇത് കൊടുക്കുക. ഓക്കെ, എ x1 ഓഫ് n പ്ലസ് bx2 ഓഫ് n പ്ലസ് 1 by ax1 of n minus 1 plus bx2 of n minus 1. ഓക്കെ, സോ എൻ്റെ സിഗ്നൽ x1 ഓഫ് n ആകുമ്പോൾ എനിക്ക് y1 ഓഫ് n കിട്ടും. ഓക്കെ, x2 ഓഫ് n ആകുമ്പോൾ എനിക്ക് y2 ഓഫ് n കിട്ടും. ax1 ഓഫ് n പ്ലസ് bx2 ഓഫ് n ആകുമ്പോൾ എൻ്റെ എക്സ് ഓഫ് n ഉള്ളിടത്തും എക്സ് ഓഫ് n മൈനസ് n ഉള്ളിടത്തും എക്സ് ഓഫ് എന്നിന് ഇത് കൊടുക്കുക, എക്സ് ഓഫ് n മൈനസ് 1ന് എക്സിന് n മൈനസ് 1 കൊടുത്തിട്ട് അത് കൊടുക്കുക. ഓക്കെ, സോ അതാണ് y3 ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഫസ്റ്റ് ഇത്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ദ സൂപ്പർ പൊസിഷൻ തിയറം ഇത് ഷുഡ് ഈക്വൽ ടു എ y1 ഓഫ് n പ്ലസ് ബി y2 ഓഫ് n, വിച്ച് ഈസ് ഈക്വൽ ടു ax1 of n plus a by x1 of n minus 1 plus bx2 of n plus b by x2 of n minus 1. ഓക്കെ, ലീനിയർ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സിൻസ് 1 നോട്ട് ഈക്വൽ ടു 2, സിസ്റ്റം ഈസ് നോൺ ലീനിയർ. ഓക്കെ, നിങ്ങൾ ലീനിയാരിറ്റിയുടെ വീഡിയോ കണ്ടിട്ട് വീണ്ടും ഇത് വന്ന് കാണുക. ഓക്കെ, ആദ്യം നമ്മൾ x1 ഓഫ് n കൊടുക്കുമ്പോൾ y1 ഓഫ് n കിട്ടുമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ x1 ഓഫ് n പ്ലസ് 1 ബൈ x1 ഓഫ് n വെയ്റ്റഡ് സം കൊടുക്കുമ്പോൾ ഇവിടെയും ഇവിടെയും a വരും. ഓക്കെ, by2 ഓഫ് n കൊടുക്കുമ്പോൾ bx2 ഓഫ് n പ്ലസ് bx2 ഓഫ് n മൈനസ് 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതാണ് കൊടുക്കുന്നതെങ്കിൽ എക്സ് ഓഫ് എന്നിന് ഇത് കൊടുക്കുക, എക്സ് ഓഫ് n മൈനസ് 1ന് ഇതിൻ്റെ n മൈനസ് 1 വേർഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതും ഈ സിഗ്നലും രണ്ടും സെയിം ആയിരിക്കണം. ആണെങ്കിൽ അത് ലീനിയർ ആണ്, സെയിം അല്ല എങ്കിൽ അത് നോൺ ലീനിയർ സിസ്റ്റമാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ലീനിയാരിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, സിസ്റ്റം കോസലാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ടു ചെക്ക് ദ കോസാലിറ്റി നമുക്ക് തന്നിരിക്കുന്ന y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n പ്ലസ് 1 by x of n minus 1. Okay, so put n is equal to minus 1.
അപ്പോൾ y of -1 is equal to x of 0 plus 1 by x of -1 എന്ന് കിട്ടും. n is equal to 0 കൊടുക്കുമ്പം y of 0 which is equal to x of -1 plus 1 by x of -2 എന്ന് കിട്ടും. x of 0 plus 1 by x of -1 എന്ന് കിട്ടും. ആൻഡ് n is equal to 1 കൊടുക്കുമ്പം y of 1 is equal to x of 1 plus 1 by x of 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്ത് എവിടെയെങ്കിലും ഫ്യൂച്ചർ ഇൻപുട്ട് ഉണ്ടോ? ഫ്യൂച്ചർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ് ഓഫ് 0 കൊടുക്കുമ്പോൾ എക്സ് ഓഫ് 1 കിട്ടുന്നതിനെയാണ് ഫ്യൂച്ചർ ഇൻപുട്ട് എന്ന് പറയുന്നത്. എങ്ങും ഫ്യൂച്ചർ ഇൻപുട്ട് ഇല്ല. ഓക്കെ, സോ ഫോർ ഓൾ വാല്യൂസ് ഓഫ് n output depends on present and past inputs. Hence the system is causal. Okay, so causality നമ്മൾ ചെക്ക് ചെയ്തു. ഇനി ടൈം invariance. Okay, to check time invariant. Okay, എന്താണ് y of n എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് x of n. Okay, which is equal to x of n plus 1 by x of n minus 1. Okay, delaying the input. അപ്പോൾ നമുക്ക് കിട്ടും y of n, k is equal to x of n minus k plus 1 by x of n minus k minus 1. Delaying the output, y of n minus k is equal to x of n minus k plus 1 by x of n minus k minus 1. ഓക്കെ, സോ ഈ രണ്ട് കേസിലും ഇത് രണ്ടും ഈക്വൽ ആണ്. 1 equal to 2, hence time invariant. ഓക്കെ, സോ ഇൻപുട്ട് ഡിലേ ചെയ്യുമ്പോഴും നമുക്ക് ഔട്ട്പുട്ട് ഡിലേ ചെയ്യുമ്പോഴും സെയിം ആണ് കിട്ടുന്നത്. അതുകൊണ്ട് സിസ്റ്റം ഇൻവേരിയൻ്റ് ആണ്. ഓക്കെ, സപ്പോസ് ദ സിസ്റ്റം ഇസ് n x of n minus k, n x of n. ഓക്കെ, ഇൻപുട്ട് ഡിലേ ചെയ്യുമ്പോൾ നമുക്ക് n x of n minus k വരത്തുള്ളൂ. എന്നാൽ ഔട്ട്പുട്ട് ഡിലേ ചെയ്യുമ്പം n minus k into x of n minus k വരും. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നോട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി ടൈം വേരിയൻറ്റ്. ഓക്കെ, ബട്ട് ഇവിടെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ടൈം ഇൻവേരിയൻ്റ് ആണ്. സിഗ്നൽ ഇങ്ങനെ ആയിരുന്നെങ്കിലാണ് ടൈം വേരിയൻറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് ഡി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -10 to 10 cos pi t into delta 2t minus 10. ഓക്കെ, ഡി ടി. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നതെന്ന്. ഓക്കെ, സോ ഡെൽറ്റയുടെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡെൽറ്റയുടെ പ്രോപ്പർട്ടീസ് ഞാനിവിടെ സൈറ്റ് ചെയ്യാം. ഡെൽറ്റ ഓഫ് എ ടി എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1 by mod a ഡെൽറ്റ ഓഫ് ടി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഡെൽറ്റ ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി ആയിരിക്കും.
and next one integral t1 to t2 x of t delta of t minus t0 dt എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എക്സ് ഓഫ് ടി സീറോ ആയിരിക്കും ഫോർ ടി സീറോ ഇൻ ബിറ്റ്വീൻ ടി വൺ ആൻഡ് ടി ടു. ഓക്കെ, ടി വണ്ണിൻ്റെയും ടി ടുവിൻ്റെയും ഇടയ്ക്കാണ് ടി സീറോ എങ്കിൽ എക്സ് ഓഫ് ടി സീറോ ആയിരിക്കും വാല്യൂ. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ടി വൺ ടി ടു, ടി വൺ എന്ന് പറയുന്ന വണ്ണും ടൂവുമാണെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. കാരണം എന്താണ്, വണ്ണും ടൂവും ഡെൽറ്റ ഓഫ് ടിയുമാണെങ്കിൽ നമുക്കിത് പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ -10ഉം +10ഉമാണ്. ഓക്കെ, അപ്പം ഡെൽറ്റ ഓഫ് ടി ആണെങ്കിൽ സീറോയിലായിരിക്കും, ഡെൽറ്റ ഓഫ് ടി -1 ആണെങ്കിൽ +1ലായിരിക്കും, ടി -2 ആണെങ്കിൽ +2ലായിരിക്കും, ടി -3 ആണെങ്കിൽ +3ലായിരിക്കും, ഡെൽറ്റ ഓഫ് 2t -10 ആണെങ്കിൽ -10ലായിരിക്കും. സോ ഇതിനകത്ത് വരുന്ന ഒരു വാല്യൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 2t -10. ഓക്കെ, ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2നെ വെളിയിലെടുക്കുകയാണ്. ഇൻ്റഗ്രൽ -10 to 10 cos pi t ഇൻറ്റു ഡെൽറ്റ ഓഫ് 2t -5. ഓക്കെ, സോ ഇപ്പം നമുക്ക് ഈ ഇൻ്റഗ്രലിനകത്താണ്. ഇനി ഇത് ഡെൽറ്റ ഓഫ് എ ടി ഫോമിലാണ്, എ ഇൻറ്റു ടിയുടെ ഒരു വാല്യൂ ഫോമിലാണ്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ എന്താണ് 1/mod a ഡെൽറ്റ ഓഫ് ടി. ഓക്കെ, സോ ഇൻ്റഗ്രൽ -10 to 10 cos pi t ഇൻറ്റു 1/mod 2 ഡെൽറ്റ ഓഫ് t -5 dt. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1/2, ഞാൻ 1/2 വെളിയിലെടുത്തു, ഇൻ്റഗ്രൽ -10 to 10 cos pi t ഡെൽറ്റ ഓഫ് t -5 dt. ഓക്കെ, സോ ഇനി ഈ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദിസ് പ്രോപ്പർട്ടി that is equal to 1/2 cos pi t for t is equal to 5. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ടിക്ക് 5 കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു cos 5π/2. ഓക്കെ, 5π/2. ഇനി cos pi t എന്ന് പറഞ്ഞാൽ is equal to -1 raised to t എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 5. 5π എന്ന് പറഞ്ഞാൽ cos 5π എന്ന് പറഞ്ഞാൽ -1 raised to 5 എന്ന് പറഞ്ഞാൽ എന്താണ് -1. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/2. ഓക്കെ, സോ ഡെൽറ്റ ഡിറാക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ ഓഫ് എ ടി എന്ന് പറഞ്ഞാൽ 1/mod a ഡെൽറ്റ ഓഫ് ടി, ഡെൽറ്റ ഓഫ് -t ആണെങ്കിൽ ഡെൽ ഓഫ് ടി തന്നെ വരും. ഓക്കെ, ഇനി ഇതാണെങ്കിൽ പ്രൊവൈഡഡ് t0 ഈസ് ബിറ്റ്വീൻ t1 ആൻഡ് t2, നമുക്ക് എക്സ് ഓഫ് t0 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഓഫ് t ഫോർ t ഈസ് ഈക്വൽ ടു t0. ഓക്കെ, സോ അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരവാണ് ഇത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഇത്രയും നേരം നമ്മൾ May 2017 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ABCD പാർട്ടാണ് കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഹായ് ഗായ്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 പാർട്ടാണുള്ളത്. ഔട്ട്പുട്ട് സീക്വൻസ് ഓഫ് ദ LTI സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് h of n is equal to 3,2
ടു ദ ഇൻപുട്ട് എക്സ് ഓഫ് എൻ 1,2,3,3. പിന്നെ ഒരു ഓട്ടോ കോറിലേഷൻ കാണാനുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഗിവൺ ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. സോ ഞാനിവിടെ എക്സ് ഓഫ് എൻ എടുക്കുന്നു, ഇവിടെ എച്ച് ഓഫ് എൻ എടുക്കുന്നു. ഓക്കെ, 3, 2 ആണ് തന്നിരിക്കുന്നത് എച്ച് ഓഫ് എൻ. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1, 2, 3, 3. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ്. 3, 6, 9, 9, 2, 4, 6, 6. ഓക്കെ, സോ ഇങ്ങനെ എടുക്കുക. Okay, and y of n is equal to 3, 6 plus 2 8, 4 plus 9 13, 6 plus 9 15, 6. Okay, this is the y of n. Okay, ഇത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു y of n കാണാൻ തന്നിരുന്നത്. നമ്മൾ ഇക്വേഷൻ എഴുതി കഷ്ടപ്പെടാനൊന്നും പറഞ്ഞിട്ടില്ല, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനകത്തൊന്നും പറഞ്ഞിട്ടില്ല. Second one is autocorrelation. That is x of n is equal to a raised to n u of n and a is in between 0 and 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ autocorrelation എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിലേഷൻ ടു ഇറ്റ് സെൽഫ്. ഓക്കെ, അതായത് r x x of k, that is n is equal to minus infinity to infinity. Okay, r x x k എന്ന് പറഞ്ഞാൽ x of n കൺവല്യൂഷൻ x of n. ഓക്കെ, അതിനെയാണ് r x x എന്ന് പറയുന്നത്. ഓക്കെ, n is equal to minus infinity to plus infinity x of n into x of n minus k. Okay, which is equal to summation n is equal to minus infinity to infinity a raised to n u of n into a raised to n minus k u of n minus k. Okay, which is equal to summation n is equal to minus u of n വരുമ്പോൾ 0 to infinity, 0 to infinity a raised to n into a raised to n minus k into u of n minus k. Okay, that is equal to രണ്ടും കൂടെ ചെയ്യുമ്പോൾ summation n is equal to 0 to infinity a raised to 2n minus k u of n minus k. ഓക്കെ, ഇനി രണ്ട് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് k ലെസ് ദാൻ 0 ആകുന്ന കേസ്. k ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ u of n plus 1, u of n plus 2, u of n plus 3 അങ്ങനെയാണ്. ഓക്കെ, സോ ആ സമയത്ത് എന്നിനെ അത് ബാധിക്കത്തില്ല, കാരണം n 0 to infinity ആണ്. ഓക്കെ, സോ u of n minus k, when k less than 0 എന്ന് പറഞ്ഞാൽ u of n minus k is always 1. ഓക്കെ, സോ ആ സമയത്ത് r x x of k is equal to summation n is equal to 0 to infinity a raised to minus k, കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ കെയുടെ ഒന്നുമില്ല, സോ a raised to 2n which is equal to a raised to minus k into 1 by 1 minus a square. Okay, summation a square വരും. Okay, that is a raised to minus k by 1 minus a square എന്ന് വരും. ഓക്കെ, ഇനി
when k is greater than 0. k greater than 0 ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? k greater than 0 ആകുക എന്ന് പറഞ്ഞാൽ u of n minus kക്ക് 2 വാല്യൂ വരും. u of n minus k is equal to 1 for n less than k and u of n greater than or equal to k and 0 for n less than k. Okay, so k greater than 0 ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വാല്യൂസ് ആണ് u of n minus kക്ക് വരുന്നത്. ഓക്കെ, ഇതുപോലെ 2 വാല്യൂസ് വരും. ഓക്കെ, സോ നമുക്ക് ഈ മേളിലത്തെ വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. സോ r xx of k is equal to summation n is equal to k ഉണ്ടല്ലോ, k to infinity a raised to 2n minus k which is equal to a raised to minus k into summation n is equal to k to infinity a raised to 2n. Okay, so n is equal to k എന്ന് പറഞ്ഞു. Let p is equal to n minus k. Okay, n equal to k ആകുന്ന സമയത്ത് p is equal to 0 ആകും and n is equal to infinity ആവുന്ന സമയത്ത് p is equal to infinity ആവും. Okay, so this is equal to a raised to and n is equal to p plus k. a raised to minus k into p is equal to 0 to infinity a raised to 2 p plus k. That is a raised to minus k summation p is equal to 0 to infinity a raised to 2p into a raised to 2k. ഇതും കോൺസ്റ്റൻ്റ് ആണ്, ഇതിനെയും വെളിയിലെടുക്കാം. മൈനസ് കെയും 2k എന്ന് പറയുമ്പോൾ എ റേസ് ടു കെ വരും. ആൻഡ് ഇതിൻ്റെ സമ്മേഷൻ എന്താണ്? 1/1 മൈനസ് എ സ്ക്വയർ. സോ ഈ ഒരു കേസിൽ എ റേസ് ടു കെ ബൈ 1 മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ 2 കേസ് കിട്ടി. ദെയർഫോർ r xx of k is equal to a raised to mod k by 1 minus a square. Okay, for all k. Okay, k less than 0ക്ക് എങ്ങനെയായിരിക്കും, k greater than 0ക്ക് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു അസംഷൻ വെച്ചിട്ട് നമ്മൾ മാറ്റുകയാണ്. അസംഷൻ അല്ല, n ഈക്വൽ ടു കെ ആകുമ്പം p 0 ആകും. ഓക്കെ, n മൈനസ് കെ ഇസ് ഈക്വൽ ടു p എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾ തിങ് നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. Check for causality and stability. Second C. Okay, so for n less than 0, if h of n is equal to 0, then the system is causal. അല്ലെങ്കിൽ for t less than 0, h of t is equal to 0, then the system is causal. അതാണ് കണ്ടീഷൻ. ഓക്കെ, ആൻഡ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് ഓഫ് ടി ഡി ടി ഷുഡ് ബി ഫൈനൈറ്റ് അല്ലെങ്കിൽ ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അതുപോലെ തന്നെ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എച്ച് ഓഫ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ ആകും. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ടുള്ള കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, നോർമൽ കണ്ടീഷനാണിത്. ബിബോ സ്റ്റെബിലിറ്റി എന്ന് ഇതിനെ പറയും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി യു ഓഫ് ടി. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ യു ഓഫ് ടി തന്നിട്ടുണ്ട്.
ക്ലിയർലി എന്താണ് h of t is equal to 0 for t less than 0. ഓക്കെ, t 0 to infinity മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ. ഹെൻസ് സിസ്റ്റം ഈസ് കോസൽ. ഓക്കെ, ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം. ആൻഡ് ഫോർ സ്റ്റെബിലിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to at u of t dt is equal to u of t വന്നുകൊണ്ട് 0 to infinity e raised to at dt which is equal to e raised to, ഞാനൊരു മൈനസ് എടുക്കുവാണ്, മൈനസ് എ ടി ബൈ പ്ലസ് എ. ഓക്കെ, കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് 0 to infinity ഇത് ചെയ്യാൻ വേണ്ടി e raised to minus infinity minus a raised to 0 by a, that is 0 minus 1 by a which is equal to minus 1 by a. Okay, and a greater than 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, hence finite അല്ലേ, it is less than infinity, so system is stable. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്റ്റെബിലിറ്റിയുടെ ഫസ്റ്റ് കണ്ടീഷൻ ചെയ്ത് നോക്കുന്നത്. സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 raised to n u of minus n. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് h of n is equal to 2 raised summation n is equal to minus infinity to infinity 2 raised to n u of minus n. മൈനസ് n എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡിലേക്കേ ഉള്ളൂ. ക്ലിയർലി h of n നോട്ട് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0, ഹെൻസ് നോൺ കോസൽ. നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം. ആൻഡ് സമ്മേഷൻ ചെയ്യുമ്പം u of മൈനസ് n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n is equal to minus infinity to 0 2 raised to n which is equal to 0 to minus infinity ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വേറൊരു ഡമ്മി വേരിയബിൾ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 1 by 1 minus 1 by 2 എന്ന് കിട്ടും ഇതിൻ്റെ സമ്മേഷൻ. ഓക്കെ, m is equal to മൈനസ് n എന്ന് കൊടുത്താൽ സമ്മേഷൻ നമുക്ക് സമ്മേഷൻ m is equal to 0 to infinity 2 raised to minus n എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 1 by 1 minus 1 by 2 എന്ന് വരും, which is equal to 1 by 1 by 2 which is equal to 2. ഓക്കെ, ഫൈനൈറ്റ് ആണ്, ഹെൻസ് സ്റ്റേബിൾ. ഓക്കെ, 2 എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്, ഇൻഫിനിറ്റി അല്ല. സോ ഫൈനൈറ്റ് ആണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, ഹെൻസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ബട്ട് n നോട്ട് ഈക്വൽ ടു 0 ആൻഡ് n ലെസ് ദാൻ 0, ഹെൻസ് നോൺ കോസൽ ആണ്. സോ രണ്ടും സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്, ഒരെണ്ണം കോസലും ഒരെണ്ണം നോൺ കോസലുമാണ്. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ തീർന്നു. ഓക്കെ, ഇനി വേറൊരു വീഡിയോയ്ക്കകത്ത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ കാണാം. Okay.